ഹായ് മച്ചന്മാരെ, അപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ നീണ്ടകര ഹാർബറിലാണ്. ഇവിടെ മഴയൊക്കെ ശക്തമായ കാരണം ബോട്ടൊന്നും കടലിൽ പോയിട്ടില്ല, മീനൊക്കെ കുറവാണ്. ഇതുണ്ടോ അവിടെ എല്ലാം ബോട്ട് അടുക്കിയിട്ടേക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അതെല്ലാം കൊറ്റിയൊക്കെ കയറിയിരിപ്പുണ്ട് കണ്ടോ, നീർക്കാക്ക, കൊറ്റി, മീനൊക്കെ കുറവാണ്. എല്ലാം ശൂന്യമായിട്ട് കിടക്കും. ചേച്ചിയുടെ ഞണ്ട് വേസ്റ്റൊക്കെ കിടക്കും കേട്ടോ, വന്ന വേസ്റ്റുകളാണ് മൊത്തം കിടക്കുന്നത്. ഇതുണ്ട്, അതൊക്കെ തിന്നാൻ വേണ്ടി കൊറ്റി വന്ന ഇവിടെ നടപ്പുണ്ട് കൊക്ക്. മച്ചാമാരെ, നമ്മുടെ ഇവിടെ കുറേ വേസ്റ്റ് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് കുറേ സാധനങ്ങൾ അനങ്ങുന്നുണ്ട് കണ്ടോ. ഇത് കണ്ടോ, അതെൻ്റെ അനന്തരവനാണ്. അവൻ പറയുന്നത് ഇതിനകത്ത് ഇച്ചിരി ഞണ്ടിനെയൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട്, മച്ചാമാരെ ഇവിടെ മീനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ഈ മെയ് ഇപ്പം 10-20 ഒക്കെ ആയില്ലേ, ഭയങ്കര മഴയൊക്കെ കാരണം ഇവരെല്ലാം അവധിയാണ്. ഇവിടെ ഇതുപോലുള്ള കുറേ അമ്മമാരൊക്കെ മീൻ വിൽക്കുന്നേ ഉള്ളൂ. കുറേശ്ശെ മീനുകളൊക്കെ ഉള്ളൂ, എല്ലാ മീനൊന്നുമില്ല. പിന്നെ ഇപ്പം ഈ ബോട്ടുമൊക്കെ വള്ളമൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും. മൊത്തം ശൂന്യമായിട്ട് കിടക്കും കണ്ടോ. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോട്ടിൻ്റെ ഉയരം കാണുന്നത് കണ്ടോ, ഫ്രണ്ടും. ഒരു കൊച്ചു ബോട്ട് കിടപ്പുണ്ട്, അതിന് 3 ഫാനാണ് കേട്ടോ, 3 എണ്ണം, എല്ലാത്തിനും 3 എണ്ണം വെച്ചാണ്. നമ്മുടെ കടലിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ആ ചേട്ടന്മാരൊക്കെ ഇതിലാണ് പോയി നമുക്കുള്ള ഏതൊക്കെ ദേശങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന മീനെല്ലാം നമ്മുടെ ഈ ബോട്ടുകളൊക്കെ പോയാണ് ആ ചേട്ടന്മാർ കൊണ്ടുവരുന്നത് കണ്ടോ. അങ്ങനൊക്കെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ബോട്ട്, പരുന്ത് എല്ലാം കിടന്ന് ചുറ്റി തിരിയാണ് കണ്ടോ. നമ്മളിവിടെ ഒരു പട്ടിയെ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഈ ചവറയിൽ. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ നമ്മൾ ഒരു 40 രൂപ പാസ് കൊടുത്തിട്ട് കയറിയാണ്. ഒരു വണ്ടിക്ക് 40 രൂപ പാസ്സാണ്. നമുക്ക് ഇവിടെ കയറി മീനൊക്കെ ആവശ്യത്തിന് മേടിച്ചുകൊണ്ട് പോകാം. മീനൊക്കെ ഏകദേശം വില കുറവാണ് മച്ചന്മാരെ. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ചു, കുറച്ച് മീനുകളൊക്കെ നമ്മൾ മേടിച്ചു. അപ്പോൾ അതിനിപ്പുറത്തോട്ട് മാറി ഒരു ഷെഡാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ കുറേ ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അവർ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു വീഡിയോ ഞാനിങ്ങനെ ചുമ്മാ എടുക്കുകയാണ്. നല്ല രസമുണ്ട് ഈ ബോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ കണ്ടോ, അടിപൊളി. അപ്പോൾ ഈ ബോട്ട് കിടക്കുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ചില്ല പോലുണ്ട്, ഞാൻ കാണിക്കാം. ജസ്റ്റ് എന്താ കാര്യം തന്നെയാണല്ലോ, നമ്മുടെ ചെറിയ കടൽ പായൽ പോലെ സാധനമാണ് കണ്ടോ.
ചെറിയ. പിന്നെ അവിടെ ഇങ്ങനെ ഓളം തല്ലുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. കണ്ടോ സൈഡിൽ. അതുപോലെ വെയിലുണ്ട്. പിന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് മാനത്ത്. കണ്ടോ നല്ല വെയിലാണ്. ഇപ്പം നമുക്കാണേലും ഒക്കെ ഒന്ന് ചെറിയൊരു വിശ്രമമൊക്കെ നടത്താൻ വേണ്ടി കൊള്ളാം. നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കിടക്കാനും. പിന്നെ അത്യാവശ്യം വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇവിടോട്ട് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈയിടയ്ക്കാണ്ട് പണിതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇവിടെ ചെറിയൊരു ഏതാണ്ട് മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്നുള്ളായിരുന്നു. ഇപ്പോൾ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. കണ്ടോ ഈ മഴയും ന്യൂനമർദ്ദമൊക്കെ കാരണമാണ് ഈ ബോട്ടൊന്നും ഇപ്പോൾ അങ്ങനെ കടലിലൊന്നും പോകുന്നില്ല. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടിക്കഴിയുമ്പോൾ അവർ പോകും. കടലിൽ ഈ ഈ ബോട്ട് പോകാത്തതുകൊണ്ട് ഇപ്പം തിരക്കൊക്കെ വളരെ കുറവാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ശൂന്യമായിട്ട് കിടക്കുകയാണ് മൊത്തം. അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരൊക്കെ കാണണം. നമുക്ക് മീൻ മേടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഇവിടെ ആൾക്കാരില്ലെങ്കിൽ എന്താ, ഇവിടെ പറവകളില്ലേ, നമ്മുടെ കൊക്കും പരുന്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. മച്ചാന്മാരെ, നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ നമ്മൾ എടുത്തതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ആളൊഴിഞ്ഞ ഒരു വീഡിയോ. ഓക്കെ ബൈ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ഇതെടുത്തേ ഉള്ളൂ. നമ്മൾ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി എല്ലാം ചോദിച്ചെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് നമ്മൾ കിടിലം വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. EMI ഇട്ട് ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ മച്ചാന്മാരെ, ബൈ ബൈ.